ഇടുക്കി നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ കെട്ടിടവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതെന്ന CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. താൻ നേരിട്ട ഒരു യോഗവും വിളിച്ചിട്ടില്ല. കുട്ടികളും പ്രിൻസിപ്പാളും PTA അംഗങ്ങളും ചേർന്ന് തന്നെ വന്ന് കണ്ടിരുന്നു. പശ്ചാത്തല സൗകര്യമൊരുക്കുന്നതിന് വേണ്ട നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നതായും CV വർഗീസ് പറഞ്ഞു. അപവാദ പ്രചാരണങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്നും CV വർഗീസ് വ്യക്തമാക്കി. ഒന്ന് മനോരമ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ ഒരു യോഗം വിളിച്ചിട്ടില്ല. പ്രിൻസിപ്പളും PTA പ്രസിഡൻറ്റും ഏതാനും വിദ്യാർത്ഥികളുടെ കൂടി എന്നോട് ആഫീസിൽ വന്ന് കാണാൻ സമയം ചോദിച്ചു. ഞാൻ ആഫീസ് സമയം കൊടുത്ത് ഇവിടെ വന്ന് എന്നെ കണ്ടപ്പോൾ അവിടെ കുട്ടികളുടെ ഹോസ്റ്റൽ അസൗകര്യത്തെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞു. അതനുസരിച്ച് കഴിഞ്ഞ HMC യോഗം ചേരുമ്പോൾ ഒരു തീരുമാനം എടുത്തിരുന്നു. ആ തീരുമാനം അവിടെ കുട്ടികൾക്കിന്ന് നഴ്സിംഗ് കോളേജിൻ്റെ ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടി 13 കോടി രൂപയും 4.5 ഏക്കർ സ്ഥലവും ഈ കാലഘട്ടത്തിനുള്ളിൽ അനുവദിച്ച് അതിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ സാങ്കേതിക പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ഗിരിജ്യോതി കോളേജിൻ്റെ നേരത്തെ എഞ്ചിനീയറിംഗ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിന് സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നോമിനി എന്ന രൂപത്തിൽ എന്നോടും സിജോ തടത്തിനും പറഞ്ഞിരുന്നു. സിജോ തടത്തിന് പോയി ആ കെട്ടിടം കണ്ടു. അവിടേക്ക് കുട്ടികളെ മാറ്റുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കി. മെഡിക്കൽ കോളേജിൻ്റെ വണ്ടി ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഷി അഗസ്റ്റിൻ MLA മന്ത്രിയുടെ ഒരു പ്രാദേശിക വികസന വണ്ടി വാങ്ങിയ ബസ് ഈ കുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരം പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും ഉണ്ടാക്കിയതാണ്. ഈ സാഹചര്യത്തിലാണ് അവിടുത്തെ ഏതാനും PTA ആളുകൾ ഈ കോളേജ് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കോളേജ് ശരിയാകുകയില്ല എന്ന് പ്രവർത്തനം നടത്തുന്ന ചില ആളുകളുണ്ട്. അവരുടെ കൂടി നടത്തിയ നിഗൂഢമായൊരു നീക്കമുണ്ട്. ആ നീക്കത്തെ അറിഞ്ഞുകൊണ്ടാണ് റോഷി അഗസ്റ്റിനും ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞത്. ആ സമരം അവിടെ നടന്നു. എന്നെ കാണുന്നതിന് വേണ്ടി കോളേജിൻ്റെ പ്രിൻസിപ്പളും PTA പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള ഏതാനും ഇവിടെ വന്നു. അതിൽ വന്ന ഒരു PTA പ്രതിനിധി എന്ന് പറയുന്ന ആളിൻ്റെ വാദം, സർക്കാർ ഞങ്ങൾക്ക് ഹോസ്റ്റലെടുത്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇന്നത്തെ നിയമം അനുസരിച്ച് മറ്റു ഹോസ്റ്റലെടുത്ത് സർക്കാരിന് നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾ അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കണം. പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കി തരാൻ വേണ്ടി നിലപാട് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. കുട്ടികളും അതുപോലെ തന്നെ പ്രിൻസിപ്പളും ഈ PTA പ്രതിനിധിയോടെ പോയി ആ കെട്ടിടം കണ്ടു. അതനുസരിച്ച് ഇനി അടുത്ത HMC യോഗം ചേരുന്ന തീരുമാനമെടുക്കാം. ഇല്ലേ PTA യോഗം ചേർന്ന് ഞങ്ങൾ ഇതനുസരിച്ച് ക്രമീകരണം ഉണ്ടാക്കാം. ഗിരിജ്യോതി കോളേജിൽ ഇന്ന് താമസിക്കുന്ന അവിടെ വിദ്യാധിരാജയിൽ താമസിക്കുന്ന കുട്ടികൾക്ക് അവിടെ പശ്ചാത്തല സൗകര്യം ഈ നഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തുമായി നിലനിൽക്കുന്ന കേസ് നിലനിൽക്കെ തന്നെ സർക്കാരിന് എഗ്രിമെൻ്റ് വെക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഗവൺമെൻറ് നോമിനികൾ എന്ന തരത്തിൽ ഞാനും സിജോ തടത്തിലും വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ എഗ്രിമെൻ്റ് കരാർ വെച്ചുകൊണ്ടാണ് വിദ്യാധിരാജ കോളേജിൽ ഇന്ന് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എല്ലാം നിലനിർത്തുന്നതിനും ഈ മേഖലയിൽ ആവശ്യമായ പ്രവർത്തനം നടത്തുന്നതിനും വേണ്ടി കഴിയുന്ന സാധ്യമായ പ്രവർത്തനം നടത്തുന്നു. പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തിയ ഒരു കമ്മിറ്റി കൂടാനുള്ള വലിയ വിവരക്കേടൊന്നും എനിക്കിപ്പോൾ ഇല്ല. എന്നെ കാണാൻ വന്നു, കണ്ടവരോടെല്ലാം സംസാരിച്ച് ഒരു ദിവസം വരുന്നു അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി വിട്ടതാണ്. എന്നാൽ ഈ നഴ്സിംഗ് കോളേജ് ആരംഭിച്ച ഘട്ടം മുതൽ അതിനകത്ത് ഇവിടുന്നത് കൊണ്ടുപോകാൻ ഇൻഡിപെൻഡൻ്റായി ഒരു സംഘടന ഉണ്ടാക്കി പ്രത്യേകം ആളുകൾ നിർത്തി മത്സരിപ്പിച്ച് അവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തനം അനുവദിക്കാതിരിക്കുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരുയർത്തുന്ന വിഘടിതമായ സ്വഭാവമാണ് ഇതിന് പിന്നിൽ വന്നിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാന്യമായ സമീപനം സ്വീകരിച്ചു. അവരെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. പിന്നെ മലയാള മനോരമയ്ക്ക് വാർത്തയുണ്ടാക്കി ആ വാർത്തയുടെ പിന്നാലെ പോകുന്നതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ വസ്തുതയുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളം, 100% പച്ചക്കള്ളമാണ് പറഞ്ഞത്. ഈ പാർട്ടി ഓഫീസിൽ എത്രയോ ദിവസം ആയിരക്കണക്കിന് ആൾ വരുന്നുണ്ടല്ലോ, നൂറുകണക്കിന് ആൾ നേരിട്ട് ആളുകൾ അപര്യാദ പെരുമാറുണ്ടോ. അപ്പോൾ വന്ന് കണ്ടവർ അതിൽ വെച്ച് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞ് മലയാള മനോരമ പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, എന്നിട്ട് ആ പ്രചരിപ്പിക്കുന്നതിന് മുമ്പാക്ക് വാർത്തയെടുക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായി നേരിടാൻ വന്നാൽ അതിനെയൊക്കെ ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടും.